നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി ശനിയാഴ്ചയും അവധി നൽകാൻ തീരുമാനിച്ച വാർത്ത സോഷ്യൽ മീഡിയയിലാകെ വലിയ ചർച്ചകളാണ് ഇതേക്കുറിച്ച് നടക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് പരമസുഖം, പൊതുജനത്തിനോ ദുരിതത്തോട് ദുരിതം എന്നാണ് പലരുടെയും പക്ഷം. അതിന് പിന്നാലെ ഒരു ചോദ്യം ശക്തമായിട്ട് ഉയർന്നു വരികയാണ്. ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലേ? ഒരു വിഭാഗം ആളുകൾ പറയുന്നത് സർക്കാർ ജീവനക്കാർക്കും വിശ്രമം വേണ്ടേ, വർക്ക് ലൈഫ് ബാലൻസ് അത്യാവശ്യമാണ് എന്നൊരു വിഭാഗം പറയുന്നു. സർക്കാർ ഓഫീസുകൾ ആഴ്ചയിൽ 5 ദിവസം മാത്രമായാൽ സാധാരണക്കാർക്ക് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, ലൈസൻസ് എല്ലാം എപ്പോൾ കിട്ടും? ഇവിടെ ചോദ്യം ഇതാണ്. സത്യത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കുറയുമ്പോൾ സേവനത്തിന്റെ അവകാശം പൊതുജനങ്ങൾക്ക് നഷ്ടമാകുമോ? എന്നാൽ ഇവിടെ നമ്മളെ സഹായിക്കാനായി ഒരു നിയമം തന്നെ ഉള്ളത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? അതായത് ശനിയാഴ്ച അവധിയാണെങ്കിലും നമ്മളുടെ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ ഇവിടെ ഒരു ശക്തമായ നിയമമുണ്ടെന്ന കാര്യം നമ്മളിൽ എത്ര പേർക്കാണ് അറിവുള്ളത്? അതാണ് 2012 കേരള സേവന അവകാശ നിയമം. ഓഫീസ് തുറന്നിരിക്കുന്ന ദിവസങ്ങൾ എത്രയാണെന്നുള്ളതല്ല, പൊതുജനത്തിന് സേവനം സമയത്ത് കിട്ടുന്നുണ്ടോ എന്നതാണ് ആ നിയമത്തിന്റെ ആത്മാവ്. പ്രശ്നങ്ങളും ആശങ്കകളും ഇതാണ്. ഒരു സർട്ടിഫിക്കറ്റിനോ പെൻഷനോ വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് ഓരോ പ്രവൃത്തി ദിവസവും അവന് അതിപ്രധാനപ്പെട്ടതാണ്. പ്രവൃത്തി ദിനങ്ങൾ 5 കുറയുമ്പോൾ ഫയലുകൾ അങ്ങ് കെട്ടിക്കിടക്കുമോ എന്ന പേടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് നാം നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടത്. ഇവിടെയാണ് സേവനാവകാശ നിയമം നമ്മളെ സഹായിക്കുന്നത്. ഇനി എന്താണ് സേവനാവകാശ നിയമം എന്ന് ഒന്ന് നോക്കാം. ഓരോ സർക്കാർ സേവനവും എത്ര ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് ഈ നിയമം നിഷ്കർഷിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് എത്ര ദിവസത്തിനകം നൽകണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ഓഫീസിലും ഏതെല്ലാം സേവനങ്ങൾ ലഭിക്കും, അത് ആര് നൽകും, നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്കത് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളതിൽ ആർക്കാണ് പരാതി നൽകേണ്ടത് എന്നിവ പ്രദർശിപ്പിച്ചിരിക്കണമെന്നാണ് ചട്ടം. സമയപരിധി ലംഘിച്ചാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കേണ്ടി വരും എന്നാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. ശനിയാഴ്ച അവധി വന്നാൽ എനിക്ക് ഈ സേവനം ലഭിക്കാൻ താമസം വരില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഇതാണ്: ശനിയാഴ്ച അവധി ആയതുകൊണ്ട് സേവനം നൽകാനുള്ള സമയപരിധി നീളുന്നില്ല. ഉദാഹരണത്തിന്, ഒരു സർട്ടിഫിക്കറ്റ് 7 വർക്കിംഗ് ഡേയ്സിൽ ഉള്ളിൽ നൽകിയിരിക്കണമെന്നുണ്ടെങ്കിൽ അത് 7 വർക്കിംഗ് ഡേയ്സ് തന്നെ ആയിരിക്കും. ശനിയാഴ്ച അവധി വന്നതുകൊണ്ട് ഇനി 10 ദിവസം എടുക്കാമെന്ന് പറയാൻ ഈ നിയമം അനുവദിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്: പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അത് അവധിയുടെ പേരിൽ ന്യായീകരിക്കാനാവില്ല. സേവനം വൈകിയാൽ ഉദ്യോഗസ്ഥനും വകുപ്പും ഉത്തരവാദികളായിരിക്കും. സർക്കാർ ഓഫീസുകൾ ആഴ്ചയിൽ എത്ര ദിവസം തുറന്നിരിക്കണമെന്നത് സർക്കാരിന്റെ നയപരമായ ഒരു തീരുമാനം മാത്രമാണ്. എന്നാൽ ഓഫീസ് തുറന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനത്തിന്റെ അവകാശത്തെ, സമയപരിധിയെ നിയമപരമായി കുറയ്ക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതായത് പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണത്തെക്കാൾ പ്രധാനം സേവനം ലഭിക്കേണ്ട കാലയളവാണ്. സർക്കാർ ഓഫീസുകൾ ഡിജിറ്റലായി മാറുന്ന ഈ കാലത്ത് സേവനാവകാശ നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ ശനിയാഴ്ചത്തെ അവധി ഒരു തരത്തിലും സാധാരണക്കാരെ ബാധിക്കില്ല. മറിച്ച് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യക്ഷമതയോടെ ജോലി ചെയ്യാൻ ഇത് സഹായിക്കും എന്നാണ് സർക്കാർ വാദം. കൂടാതെ ഒരു ശനിയാഴ്ച ദിവസം അവധി ലഭിക്കുകയാണെങ്കിൽ ഓഫീസ് അടച്ചിടുകയാണെങ്കിൽ അത്രത്തോളം ഇലക്ട്രിസിറ്റിയും വെള്ളവും ലാഭിക്കാമല്ലോ എന്നൊരു ഹിഡൻ അജണ്ടയും ഇതിന്റെ പിന്നിലുണ്ടെന്ന് കേൾക്കുന്നു. ഇനി നിശ്ചിത സമയത്തിനകം സേവനം ലഭിച്ചില്ലെങ്കിൽ എന്തു ചെയ്യണം? എങ്ങനെ പരാതിപ്പെടാം? ആദ്യം ഡെസിഗ്നേറ്റഡ് ഓഫീസറെ സമീപിക്കണം. അവിടെ പരിഹാരമായില്ലെങ്കിൽ 1ാം അപ്പീൽ അധികാരിക്കും, അവിടെയും നടന്നില്ലെങ്കിൽ തുടർന്ന് 2ാം അപ്പീൽ അധികാരിക്കും പരാതി നൽകാം. മനഃപൂർവ്വമാണ് നിങ്ങൾക്കുള്ള സേവനം താമസിപ്പിച്ചതെന്ന് തെളിഞ്ഞാൽ ഉദ്യോഗസ്ഥന് ശിക്ഷയും പിഴയും ലഭിക്കാൻ ഈ നിയമം വഴി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സർക്കാർ ഓഫീസിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായും പരാതി കൊടുക്കുക. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മറുപടി പറയേണ്ടി വരും നിശ്ചയം. അതുകൊണ്ട് സർക്കാർ ഓഫീസുകൾ 5 ദിവസമോ 6 ദിവസമോ പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. സേവനാവകാശ നിയമത്തെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുകയും ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.